السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, റമളാനിന് മുന്നോടിയായി അതിൻ്റെ ഏറ്റവും വലിയ ഒരുക്കമെന്നോണം ആ റമളാൻ മാസത്തിലെ വിധിവിലക്കുകളെക്കുറിച്ച് പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ ഇമാം അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുള്ളയുടെ മൻഹജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നും അഹ്കാമുസ് സിയാം, കിതാബുസ് സിയാം എന്നുള്ള നോമ്പിൻ്റെ അധ്യായത്തിൽ നിന്നും നമ്മൾ നോമ്പിൻ്റെ വിധിവിലക്കുകൾ പഠിക്കുവാൻ ആരംഭിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നോമ്പ് നിർബന്ധമാണ് എന്നതിനുള്ള ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തും അതിൻ്റെ ചെറു വിശദീകരണവും മനസ്സിലാക്കിയതിന് ശേഷം ആ നിർബന്ധമാകുന്നത് അതിൻ്റെ നിബന്ധനകൾ എത്തിയ ആളുകൾക്കാണ്, ആ നിബന്ധനകൾ പാലിച്ചവർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മുസ്ലിമായ ബുദ്ധിയുള്ള പ്രായപൂർത്തിയെത്തിയ നോമ്പെടുക്കാൻ കഴിവുള്ളവർക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? രണ്ടാലൊരു രൂപത്തിലാണെന്നും, ഒന്നുകിൽ ശഅബാനിൻ്റെ 29 അന്ന് മാസപ്പിറവി ദർശിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയാക്കി പിറ്റേ ദിവസം റമളാനിലേക്ക് പ്രവേശിക്കുക. ഈ രണ്ടാലൊരു രീതിയായിരിക്കും നാം റമളാനിലേക്ക് പ്രവേശിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സുന്നത്ത് നോമ്പുകൾക്ക് ഫജറിന് ശേഷം പകലിൽ നിയ്യത്ത് വെക്കാമെങ്കിലും റമളാൻ മാസത്തിലെ നോമ്പിനും അതുപോലെ മറ്റ് ഖളാ കിട്ടുന്ന നിർബന്ധ നോമ്പുകൾക്കുമൊക്കെ ഫജറിന് മുമ്പായിട്ട് തന്നെ നിയ്യത്ത് വേണ്ടതുണ്ട്, നിർബന്ധമാണ്. അതല്ലെങ്കിൽ നോമ്പ് ശരിയാവുകയില്ല എന്ന മസല നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം നോമ്പിൽ ഇളവുള്ള ആളുകളെക്കുറിച്ചും അവർക്ക് ബാധകമാകുന്ന വ്യത്യസ്ത വിധികളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ആദ്യമായി രോഗിയുടെ നോമ്പുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. രോഗികൾ വ്യത്യസ്ത ഇനങ്ങളുണ്ടെന്നും ഓരോ ഇനത്തിനും അതിൻ്റേതായ വിധികൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പിന്നീട് ഹൈലുള്ള സ്ത്രീകളെക്കുറിച്ചും അതുപോലെ പ്രസവരക്തമുള്ള സ്ത്രീകളെക്കുറിച്ചും അവർക്ക് നോമ്പെടുക്കാൻ പാടില്ലെന്നും അത് മറ്റൊരു ദിവസം നോറ്റുവിട്ടുകയാണ് വേണ്ടതെന്നുമെല്ലാം പറഞ്ഞു. അവസാനമായി നമ്മൾ പറഞ്ഞത് ഗർഭിണികളുടെയും അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളുടെയും ഹുക്കുമാണ്. അവർക്ക് രണ്ടുപേർക്കും പ്രയാസമുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. അതിനുശേഷം പിന്നീട് നോമ്പ് നോറ്റുകൂട്ടിയാൽ മതി. എന്നാൽ കേവലം കുട്ടികൾക്ക്, ഗർഭസ്ഥ ശിശുവിന് വേണ്ടി അല്ലെങ്കിൽ മുലയൂട്ടുന്ന കുട്ടിക്ക് വേണ്ടി മാത്രമാണ് അവർ നോമ്പ് ഒഴിവാക്കിയിട്ടുള്ളത് എങ്കിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് നോമ്പ് നോറ്റുകൂട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനും അതിൻ്റേതായ കഫാറത്ത്, പ്രായശ്ചിത്തം അവർ നൽകേണ്ടതുണ്ട്. അഥവാ ഒരു നോമ്പിന് അരസാ വെച്ച് നൽകേണ്ടതുണ്ട്. ഇത്രയുമാണ് സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. പിന്നീട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ള ആളുകളുടെ വിഷയം തന്നെയാണ് തുടരുന്നത്. അദ്ദേഹം പറയുന്നു, ഖാല റഹിമഹുല്ലാ വൽ ആജിസു അനി സൗം ലികിബരിൻ ഔ മറദിൻ ലാ യുർജാ ബുർഉ ഫഇന്നഹു യുത്ഇമു അൻ കുല്ലി യൗമിൻ മിസ്കീന. ഈ ഭാഗത്ത് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് വൽ ആജിസു അനി സൗം, നോമ്പെടുക്കാൻ അശക്തിയുള്ള ആളുകളെ കുറിച്ചാണ്. നോമ്പെടുക്കാൻ അശക്തിയുള്ള ആളുകൾ രണ്ടാലൊരു രൂപത്തിലാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ലിക്കിബർ, ഒന്നുകിൽ പ്രായാധിക്യം കാരണത്താലാണ്. ഔ മറദിൻ ലാ യുർജാ ബുർഉ, ഷിഫയാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത, മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത സ്ഥിര രോഗികൾ. ഈ രണ്ട് വിഭാഗത്തെയും ഒരുമിച്ച് പറയുകയാണ്. അവർ രണ്ടുപേരും എന്താണ് ചെയ്യേണ്ടത്? ഫഇന്നഹു യുത്ഇമു അൻ കുല്ലി യൗമിൻ മിസ്കീന, ആ നഷ്ടപ്പെടുന്ന ഓരോ നോമ്പിനും, അഥവാ റമളാൻ മുഴുവൻ നഷ്ടപ്പെടും ഇവർക്ക്, ആ ഓരോ നോമ്പിനും അവർ ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, പ്രായാധിക്യം എന്ന് പറയുമ്പോൾ അത് ഇന്ന പ്രായമൊന്നൊന്നുമില്ല. അത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. ഓരോ നാടുകളിലെയും പ്രായവും വ്യത്യാസം ഉണ്ടാകും. ചില നാട്ടുകാരൊക്കെ 90 വയസ്സ് കഴിഞ്ഞാലും അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. അവർക്ക് നിന്ന് നിസ്കരിക്കാൻ പ്രയാസം ഉണ്ടാവില്ല, അവർക്ക് റമളാനിൽ നോമ്പെടുക്കുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. അല്ല, അവരിൽ ചിലർ അധ്വാനിക്കാൻ പോലും തയ്യാറായി അധ്വാനിക്കുന്നവരും കൂട്ടത്തിലുണ്ട്. അപ്പം ഇതിനൊരു പ്രത്യേക പ്രായമൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ആ പ്രായാധിക്യം കാരണത്താൽ ഒരു നോമ്പെടുക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല.
വിശ്വസ്തരായ ഡോക്ടർ അവരോട് പറഞ്ഞിരിക്കും നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നും അത്രയും നേരമൊന്നും ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം പ്രായാധിക്യമുണ്ടായാൽ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിൻ്റെ ദീനിൽ അവർക്ക് ഇളവുണ്ട് എന്നുള്ളതാണ്. അവർ അങ്ങനെ നോമ്പെടുത്ത് കഷ്ടപ്പെടേണ്ടതില്ല. അത്രയും പ്രായമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പറഞ്ഞത് മറളുൻ ലാ യുർജാ ബുർഉഹ്, മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത ചില രോഗികളുണ്ട്. അവിടെയും പ്രായത്തിൻ്റെ വിഷയമൊന്നുമില്ല. ചില ആളുകൾക്കുള്ള പ്രത്യേകമായ രോഗങ്ങൾ അവർക്കുണ്ടാകും. ആ രോഗം കാരണത്താൽ അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികളുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ആർക്കെങ്കിലും റമളാൻ മാസത്തിൽ യാത്രയോ അല്ലെങ്കിൽ രോഗമോ ഉണ്ടായാൽ അവർ മറ്റൊരു ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു മറ്റൊരു ദിവസം നോമ്പനുഷ്ഠിക്കാമെന്ന് പറയാനുള്ള ആവതില്ല, കഴിവില്ല. എപ്പോഴും രോഗമാണ്, സ്ഥിരമായി രോഗമുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ ഒരു ഭയങ്കരമായ ഡയാലിസിസ് ചെയ്യേണ്ട, ചിലപ്പോൾ 2 കിഡ്നിയും ഫെയിലറായ വ്യക്തിയൊക്കെ ആയിരിക്കും, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒരു ദിവസം പോലും രോഗം കാരണത്താൽ മെഡിസിൻ ഒഴിവാക്കാൻ പറ്റുകയില്ല. അപ്പം എന്നും അങ്ങനെയുള്ള രോഗിയാണ്, നിത്യരോഗിയാണ്. അല്ലെങ്കിൽ അതേപോലെ സമാനമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി നൽകുമാറാകട്ടെ. അത്തരക്കാരായ ആളുകളെ കുറിച്ച് ദീനിലുള്ള അവരുടെ നോമ്പിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് നോമ്പെടുക്കേണ്ടതില്ല, റമളാനിലും എടുക്കേണ്ടതില്ല, അത് പിന്നീട് ഖളാവ് കിട്ടേണ്ടതുമില്ല. ഫഇന്നഹു യുത്ഇമു അൻ കുല്ലി യൗമിൻ മിസ്കീന, നഷ്ടപ്പെടുന്ന ഓരോ നോമ്പിനും ഒരു സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇപ്രകാരം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം മഹാനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുസ്സിലും സമ്പത്തിലും ഒക്കെ ബറക്കത്തുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിദ്മത്ത് ചെയ്ത ഖാദിമായ സ്വഹാബിയാണ്. 10 വയസ്സുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയതാണ്. പിന്നീട് 10ഓളം വർഷം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം 100 വർഷത്തിനപ്പുറത്തേക്ക് ജീവിച്ചിട്ടുണ്ട്. ഒരുപാട് മക്കളുണ്ടായിട്ടുണ്ട്, ഒരുപാട് സമ്പത്തുണ്ടായിട്ടുണ്ട്. അവസാന കാലമായപ്പോൾ അദ്ദേഹത്തിന് രോഗം കാരണത്താൽ, പ്രായാധിക്യം കാരണത്താൽ നോമ്പെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ആ സമയത്ത് അദ്ദേഹം ആ നഷ്ടപ്പെടുന്ന ഓരോ നോമ്പിനും വേണ്ടി ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം സ്വീകരിച്ച രീതി 30 നോമ്പ് പൂർത്തിയാകുന്ന സമയത്ത് 30 പേരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ആ ഒരു രൂപത്തിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. ഒരാളെ വീട്ടിൽ വിളിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വിളിക്കാം. ഇപ്പോൾ നമുക്ക് ഹോട്ടലിൽ വിളിക്കാം, എവിടെയും വിളിക്കാം. 30 സാധുക്കളായ ആളുകൾക്ക് വയറ് നിറയെ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ ഒരു നോമ്പിനൊന്നു മതി. ഒരാൾക്ക് കൊടുത്താൽ ഒരു നോമ്പിനൊന്നു മതി. അങ്ങനെ 30 പേർക്ക് കൊടുത്താൽ അത് മതിയായതാണ്. ഇനി വീട്ടിലേക്ക് വേണമെങ്കിൽ ആക്കി കൊണ്ടു കൊടുക്കാം, പാർസലാക്കി കൊണ്ടു കൊടുക്കാം, മതിയായതാണ് ഒരു നോമ്പിന്. ഒരാൾക്ക് വയറ് നിറയെ ഒരു നേരത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണമോ അല്ലെങ്കിൽ രാത്രി ഭക്ഷണമോ എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, നൽകുക. ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് പണ്ഡിതന്മാർ പറഞ്ഞത് പകരം ധാന്യം നൽകിയാൽ മതി. അരിയോ ഗോതമ്പോ പോലുള്ള ധാന്യം നൽകുക. അരി പോലത്തതാകുമ്പോൾ അത് 1/2 സാ ആണ് നൽകേണ്ടത്. ഏകദേശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു സാ 3 കിലോഗ്രാമാണ്. 1/2 സാ 1.5 കിലോ. ഒരു നോമ്പിന് 1.5 കിലോ വെച്ചിട്ട് എന്ത് ചെയ്യുക, 30 നോമ്പിന് അങ്ങനെ 45 കിലോ അരി സഹോദരങ്ങളെ ആ നിലക്ക് സാധുക്കൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വിതരണം ചെയ്യുന്ന സമയത്ത് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഒരു കമാലിൽപ്പെട്ടതാണ്, പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. അതിനോടൊപ്പം കറിക്ക് വേണ്ട വല്ലതും കൊടുക്കുക, ഇറച്ചിയോ അല്ലെങ്കിൽ കറിക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണ് എങ്കിൽ നല്ലതാണ്. അത് നിർബന്ധമില്ല, നല്ലതാണ്. അങ്ങനെ അതോടൊപ്പം അരിയോടൊപ്പം ആ അരി വേവാനുള്ള മറ്റു കാര്യങ്ങളും മറ്റും ഒരാൾ കൊടുക്കുകയാണെങ്കിൽ, ഒരു കിറ്റ് പോലെ കൊടുക്കുകയാണ്, നല്ല കാര്യമാണ്. അത് ഒരു നോമ്പിന് 1.5 കിലോ അരി എന്നുള്ള നിലക്കാണ്. അതോടൊപ്പം അതിന് വേണ്ട കാര്യങ്ങളും കൊടുക്കാവുന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പ്രായാധിക്യമുള്ള ആളുകൾക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ വഅലല്ലദീന യുതീഖൂനഹു, ഞെരുങ്ങിക്കൊണ്ടല്ലാതെ നോമ്പെടുക്കാൻ സാധിക്കാത്തവർക്ക് ഫിദിയത്തുൻ തആമു മിസ്കീൻ, അവർ പ്രായശ്ചിത്തം നൽകുക. തആമു മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞു ഹുവ ശൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറ, ഇത് പ്രായാധിക്യമുള്ള ആണിനും പെണ്ണിനുമുള്ള ആയത്താണ്. ലാ യസ്തതിആനി അൻ യസൂമ, ആ 2 കൂട്ടർക്കും, പെണ്ണാകട്ടെ ആണാകട്ടെ, പ്രായാധിക്യം കാരണത്തിൽ നോമ്പെടുക്കാൻ സാധിക്കാത്തവരാണ്. ഫയുത്ഇമാനി മക്കാന കുല്ലി യൗമിൻ മിസ്കീന, ഈ 2 കൂട്ടരും ഓരോ നോമ്പിന്റെ സ്ഥാനത്ത് ഒരു സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സഹീഹ് ബുഖാരിയിലെ തഫ്സീറിന്റെ ഭാഗത്ത് അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ
ഈ അഭിപ്രായം ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സാധുക്കളായ ആളുകളുണ്ട് എങ്കിൽ, അഥവാ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള രോഗം കാരണത്താലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രായാധിക്യം കാരണത്താലോ പ്രയാസമുള്ളവരുണ്ട് എങ്കിൽ ഈ നിലക്കാണ് അവർ ഭക്ഷണം കൊടുക്കേണ്ടത്. എന്നാൽ സഹോദരങ്ങളെ, ചില ആളുകൾക്ക് പ്രായാധിക്യം കാരണത്താൽ അവർക്ക് ശരിയായ രൂപത്തിലുള്ള അഖ്ല് തന്നെ ഉണ്ടാവാത്ത ആളുകളുണ്ട്. അതായത് ഒരു ബുദ്ധി സ്ഥിരത ഇല്ലാത്ത രൂപത്തിലേക്ക് പ്രായാധിക്യത്തിലെത്തും. അത് ആണാകട്ടെ, പെണ്ണാകട്ടെ, പുരുഷനാകട്ടെ, സ്ത്രീ ആകട്ടെ, അങ്ങനെ എത്താറുണ്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു അവർക്ക് ഈ നിയമം ബാധകമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അത്തരം സാഹചര്യത്തിൽ അങ്ങനെ ബുദ്ധി മറഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയിലെത്തുക. ബുദ്ധി മറഞ്ഞു പോകുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, ചിലർക്ക് പാടേ മറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവും. ഒരു നേരവും ഒന്നും ഓർമ്മ ഉണ്ടാവുകയില്ല. അതല്ല എങ്കിൽ ചില സമയത്ത് ഓർമ്മ ഉണ്ടാവുക, ചില സമയത്ത് ഓർമ്മ ഉണ്ടാവുകയില്ല. അവർക്ക് ആരെയാണെന്ന് വ്യക്തമാകുകയില്ല. അവർ ചിലപ്പോൾ പല കാര്യങ്ങൾ സംസാരിക്കും, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ സംസാരിക്കും. ആളുകളൊക്കെ മാറി വിളിക്കും, മക്കളെ മനസ്സിലാവുകയില്ല. ആ രൂപത്തിലേക്ക് ആളുകൾ എത്താറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീഅത്തിന്റെ തക്ലീഫ് ഒന്നും ബാധകമല്ല. അവർക്ക് നിസ്കാരം നിർബന്ധമാകുന്നില്ല, അതുപോലെ തന്നെ അവർക്ക് നോമ്പും നിർബന്ധമാകുന്നില്ല. ആയതിനാൽ തന്നെ അത്തരക്കാരായ ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അരിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർബന്ധമാക്കിയിട്ടില്ല. അല്ലാഹു തആല അവർക്ക് അടിസ്ഥാനപരമായി നിർബന്ധമാക്കിയിട്ടില്ല, അവർക്ക് വേണ്ടി ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നു, വമൻ അഫ്തറ ഫഅലൈഹി അൽ ഖളാഉ ഫഖത്ത്. പിന്നീട് ആരെങ്കിലുമൊക്കെ നോമ്പ് മുറിച്ചാൽ, റമദാനിൻ്റെ പകലിൽ നോമ്പ് മുറിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഹുക്കുമാണ് അദ്ദേഹം പറയുന്നത്. വമൻ അഫ്തറ, ആരെങ്കിലും നോമ്പിൻ്റെ പകലിൽ നോമ്പ് മുറിച്ചു, ഫഅലൈഹി അൽ ഖളാഉ ഫഖത്ത്, അവന് ആ നോമ്പ് പിന്നീട് ഒരു ദിവസം ഖളാ എടുക്കലാണ് നിർബന്ധമായിട്ടുള്ളത്. അതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ നോമ്പ് മുറിച്ച ഒരുവന് വേറെ കഫാറത്ത് ദീനിൽ വന്നിട്ടില്ല. ഇദാ കാന ഫിത്റുഹു ബി അക്ലിൻ ഔ ബിശുർബിൻ ഔ ഖൈഇൻ അംദൻ ഔ ഹിജാമ. ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ നോമ്പ് മുറിച്ചത് എങ്കിൽ അയാൾക്ക് ആ പകരമായി മറ്റൊരു ദിവസം നോമ്പെടുത്താൽ മതി. ഏതൊക്കെ കാര്യം? ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, മനഃപൂർവ്വം ഛർദ്ദിപ്പിക്കുക, അതുപോലെ ഹിജാമ ചെയ്യുക. ഇത്രയും കാര്യമാണ് സഹോദരങ്ങളെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ജിമാ ഒഴിവാൻ, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന നോമ്പ് മുറിയുന്ന കാര്യം ഇതിൽ നിന്നും ഒഴിവാണ്. അതിൻ്റെ ഹുക്കുമ്, അതിൻ്റെ വിധി സഹോദരങ്ങളെ അത് വേറെയാണ്. ഇൻഷാ അല്ലാഹ് അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ മനഃപൂർവ്വം ചെയ്താൽ അതിന് ഖളാ മാത്രം മതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് കുറ്റമില്ല എന്നല്ല. അദ്ദേഹം അതിൻ്റെ വിഷയത്തിലേക്ക് ഇവിടെ പറയുന്നില്ല. അതിൻ്റെ ശർഈയായ ഫിഖഹിയായ വിധിവിലക്കുകൾ മാത്രമാണ് പറയുന്നത്. വൻ പാപമാണ് അയാൾ ചെയ്യുന്നത്. റമളാനിൻ്റെ പകലിൽ ഒരു കാരണമില്ലാതെ ഒരാൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വലിയ തിന്മയാണ്. ചില ആളുകൾ അവർക്ക് പിശാചിൻ്റെ, ചില മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ ചിലരെന്ത് ചെയ്യും, ഇത്തരത്തിൽ കോളേജിലും മറ്റുമൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പിന്നാലെ ഉണ്ടാവും. റമളാനിൻ്റെ പകലിലായാൽ വീട്ടുകാരുടെ അടുക്കൽ നോമ്പുമായിട്ട് പോരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരെന്തോ വലിയ സംഭവമായിട്ടൊക്കെ ചെയ്യുന്നത് പോലെയാണ്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് ആരും കാണാതെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും. സഹോദരങ്ങൾ, വൻ പാപമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുണ്ടാക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. റമളാനിൻ്റെ പകലിനെ ഹുറുമത്ത്, അതിൻ്റെ പവിത്രത മാനിക്കാതെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. നിസ്സാരമായ കാര്യമല്ലത്, നിസ്സാരമായ കാര്യമല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആഫിയത്ത് കൊണ്ടാണ് നീ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് നിനക്ക് ചുറ്റുമുള്ളത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ എളുപ്പമുള്ള, ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും എടുക്കാൻ സാധിക്കുന്ന ദീനിൻ്റെ ഒരു വിധിവിലക്ക്, ദീനിൻ്റെ ഒരു നിയമം, അഥവാ ഫജ്ർ മുതൽ മഗ്രിബ് വരെ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നോമ്പെടുക്കുക എന്ന് പറയുന്നത് നിനക്ക് സാധിക്കുന്നില്ല. എത്ര ദുർബലനാണ്, എത്ര നന്ദി കെട്ടവരാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു പോയ ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ടവരാണ്. അത് ഖളാ വീട്ടേണ്ടതാണ്, നിർബന്ധമായും ഖളാ വീട്ടേണ്ട കാര്യമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് തെറ്റാണ്, ഇസ്തിഗ്ഫാർ തേടേണ്ട കാര്യമാണ്. എന്നാൽ അതിന് പ്രായശ്ചിത്തമില്ല. ഒരൊറ്റ നോമ്പെടുക്കുക എന്നുള്ളതാണ്. എത്രയാണോ നോമ്പ് പോയത് അത്രയും നോമ്പെടുത്ത് വിട്ടുക എന്നുള്ളതാണ്. അതിന് മറ്റ് ഫിദിയ കൊടുക്കുക പോലെയുള്ള കാര്യങ്ങളൊന്നും സഹോദരങ്ങളെ അതിനെന്തു വന്നിട്ടില്ല. ഫിദിയ കൊടുക്കുക പോലെയുള്ള കാര്യങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ആ പറയുന്ന നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. ഇദാ കാന ഫിത്റുഹു ബി അക്ൽ, ആ നോമ്പ് മുറിയുന്ന കാര്യം ഭക്ഷണമാകട്ടെ, ഔ ബിഷുർബ്, അല്ലെങ്കിൽ പാനീയമാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണവും പാനീയവും അതുപോലെ തന്നെ ഒപ്പം ജിമാവും കൂടിയാലാണ് ഉസൂലുൽ മുഫ്തിറാത്ത്, നോമ്പ് മുറിയുന്നതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ഈ മൂന്നെണ്ണാണ്. ഇതിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ അധികവും വരുന്നത്. ഒന്ന് ഭക്ഷണം കഴിക്കുക, രണ്ട് വെള്ളം കുടിക്കുക,
3 ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഷഹവത്തുമായി ബന്ധപ്പെട്ട കാര്യം. നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് കണക്കില്ലാത്ത പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതിന്റെ കാരണമായി പറഞ്ഞു, യദഉ തആമഹു വശറാബഹു വശഹവതഹു മിൻ അജ്ലി. അവൻ എനിക്ക് വേണ്ടിയാണ് ഭക്ഷണം ഒഴിവാക്കിയത്, പാനീയം ഒഴിവാക്കിയത്, അവൻ്റെ ലൈംഗിക ദേഹേച്ഛകൾ ഒഴിവാക്കിയത് എനിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവന് ഇത്ര കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സഹോദരങ്ങളെ, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. അതേത് നിലക്കുള്ള ഭക്ഷണമാണ് എങ്കിലും അത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഭക്ഷണം എന്ന് പറഞ്ഞാൽ പൊതുവെ 2 രൂപത്തിൽ, ഒന്ന് നേർക്കുനേരം നമ്മളൊക്കെ കഴിക്കുന്ന രീതിയിൽ വായ കൊണ്ട് കഴിക്കുന്നത് രീതിയാണ്. രണ്ടാമത്തെ, ചില ആളുകൾക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അവർക്ക് മൂക്കിലൂടെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെയോ ഒക്കെ പൈപ്പുകൾ ഇട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഗ്ലൂക്കോസുകൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഭക്ഷണത്തിൻ്റെ പകരം അല്ലെ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കാണ് ഗ്ലൂക്കോസ് കൊടുക്കാറുള്ളത്. ഇതൊക്കെ ഭക്ഷണത്തിൻ്റെ പകരം നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. ഒരാൾക്ക് ഗ്ലൂക്കോസ് നൽകുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ ഹുക്കുമാണ്. അതല്ലാതെ വായിലൂടെ മാത്രമേ പോയാലേ അത് ഭക്ഷണമാവുകയുള്ളൂ എന്നല്ല. നമുക്കറിയാം, ഗ്ലൂക്കോസിൻ്റെ പ്രധാന ദൗത്യം ഭക്ഷണം കഴിക്കാതെ പോഷകമില്ലാതെ കൊയഞ്ഞു പോകുന്ന, തളർന്നു പോകുന്ന ആളുകൾക്കാണ് ഏറ്റവും പ്രധാനമായും കൊടുക്കുന്നത് ഗ്ലൂക്കോസൊക്കെ. അപ്പം ഇതൊക്കെ എന്തിന് കാരണമാകും? നോമ്പ് മുറിയാൻ കാരണമാകും. അതുപോലെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇത്തരം പോഷകങ്ങൾ കിട്ടുന്ന വല്ല ഇഞ്ചക്ഷനും ഒരാൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഉപയോഗിക്കേണ്ട അവസ്ഥ വരികയാണ് എങ്കിൽ അത് നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമാണ്. എന്നാൽ വേദനയുടെ ഇഞ്ചക്ഷൻ, വാക്സിനേഷൻ പോലെയുള്ള ഇഞ്ചക്ഷനുകൾ അത് പോഷകം കിട്ടുന്ന ഇഞ്ചക്ഷൻ അല്ല. അത്തരം ഇഞ്ചക്ഷനുകൾ ഒരാൾക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ഉപയോഗിക്കാം, നോമ്പ് മുറിയുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ പോഷകങ്ങൾ അടങ്ങിയ വല്ല കാര്യങ്ങൾ, ഗ്ലൂക്കോസ് പോലത്തെ വല്ലതുമാണ് ഇഞ്ചക്റ്റ് ചെയ്ത് ശരീരത്തിൽ രക്തധമനികളിലൂടെ പ്രവേശിക്കുന്നതെങ്കിലും അത് വായിലൂടെ കഴിക്കുന്നതിൻ്റെ ഹുക്കുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വായിലൂടെ കഴിക്കുമ്പോൾ അത് തൊണ്ടയിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താവുന്നത്? നോമ്പ് മുറിയുന്നത്. ഒരാൾ വായയിൽ വെള്ളം വെച്ചുകൊണ്ട് കൊപ്പിളിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. വായക്ക് എപ്പോഴും സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഉള്ളിലാണെങ്കിലും അതിൻ്റെ ഹുക്കുമു ലാഹിറാണ്, ബാഹ്യമായ അവയവത്തിൻ്റെ ഹുക്കുമാണ്. അതുകൊണ്ടാണ് മുഖം കഴുകാൻ പറഞ്ഞപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? വായയുടെ അകത്തും കഴുകണം, അല്ലേ? മുഖം കഴുകാൻ പറഞ്ഞപ്പോൾ നിർബന്ധമായി വായയുടെ ഉള്ളകം കഴുകാനും പറഞ്ഞിട്ടുണ്ട്. അതിന് ഹുക്കുമു ലാഹിറാണ്. അതുകൊണ്ട് തന്നെ നോമ്പിനും വെള്ളം ഇപ്പോൾ വായിലകത്തായാലും എന്ത് പ്രശ്നമില്ല, കുഴപ്പമില്ല. തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നോമ്പ് മുറിയുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും, മസ്അല കാണാൻ സാധിക്കും, സ്ത്രീകളൊക്കെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ രുചി നോക്കാവുന്നതാണ്. അവരുടെ നാമ്പിൻ്റെ തുമ്പത്ത് വെച്ചുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഉപ്പോ പുളിയോ ഒക്കെ അവർക്ക് നോക്കാവുന്നതാണ്. നോക്കിയതിന് ശേഷം തുപ്പിക്കളഞ്ഞാൽ മതി, പിന്നീട് വെള്ളം വായിൽ കൊപ്പിളിച്ച് കളഞ്ഞാൽ മതി. അത് നോമ്പ് മുറിക്കുന്ന കാര്യമല്ല. അത് സഹോദരങ്ങളെ, നമുക്കതിൻ്റെ മസ്അല വളരെ കൃത്യമായി പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ ഇറക്കുക എന്നുള്ളതാണ് നോമ്പ് മുറിയാനുള്ള കാരണമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് പാനീയവും. അത് വായിലൂടെ കഴിക്കുന്നതാകട്ടെ, വല്ല വെള്ളം വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പൈപ്പിലൂടോ മറ്റോ ഒക്കെ വെള്ളവും കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഹുക്കുമും നോമ്പ് മുറിയും എന്ന് തന്നെയാണ്. മൂന്നാമത്തെ നോമ്പ് മുറിയുന്ന കാര്യമായി അദ്ദേഹം പറഞ്ഞത് ഔ ഖൈഇൻ അംദ, മനഃപൂർവ്വമുള്ള ഛർദി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഛർദിൽ മനഃപൂർവ്വമുള്ളതാണ് നോമ്പ് മുറിക്കുന്നത്. എങ്ങനെയാണ് മനഃപൂർവ്വമുള്ള ഛർദിൽ ഉണ്ടാകുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ടാലൊരു കാരണത്തിൽ. ഒന്നുകിൽ ഒരാളുടെ പ്രവൃത്തി കാരണം അല്ലെങ്കിൽ ചില കാരണങ്ങളിലേക്ക് അയാൾ ചെന്നാൽ അത് മനഃപൂർവ്വമുള്ള നോമ്പ് മുറിക്കലാണ്. എന്താണ് പ്രവൃത്തി? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരാൾ വായിൽ വിരലിട്ടുകൊണ്ട് ഛർദിപ്പിക്കുന്ന രീതിയുണ്ട്. വായിൽ വിരലിട്ട് കഴിഞ്ഞാൽ ഛർദിക്കും. അപ്പം ആ രൂപത്തിൽ തൊണ്ടയിലേക്ക് വിരലിട്ടുകൊണ്ട് അയാൾ അങ്ങനെ ഛർദിപ്പിക്കുകയാണ് എങ്കിൽ അത് അയാൾ നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ് നോമ്പ് മുറിയുന്ന കാരണങ്ങൾ, ഛർദി കൊണ്ട് മുറിയുന്ന കാരണങ്ങൾ പറയുന്നത് എന്താണ്? അതായത് അത്തരത്തിൽ നമുക്ക് വളരെയധികം മോശം ഗന്ധമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരാൾ മണക്കുക, മനഃപൂർവ്വം മണക്കുക. അയാൾ വായിൽ വിരലൊന്നും ഇട്ടിട്ട്, പക്ഷേ ഇത് മണക്കാനുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യുക, അത്തരം സ്ഥലങ്ങളിലേക്ക് അയാൾ പോകുക, അത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഛർദ്ദിച്ചിട്ടുണ്ട് എങ്കിൽ അത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഛർദിൽ വരുമെന്ന് തോന്നുന്ന സ്ഥലത്തോ മറ്റോ ഒന്നും പോകരുത്. എന്നാൽ ഒരാൾക്ക് അങ്ങനെയൊന്നുമില്ല, പെട്ടെന്നൊരു മണം വന്നപ്പോൾ അയാൾ ഛർദ്ദിച്ചു, കുഴപ്പമില്ല, അയാൾ നോമ്പ് മുറിയില്ല. അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീ, അവൾ നോമ്പെടുത്തിട്ടുണ്ട്, വേറെ കുഴപ്പമില്ലാത്തതുകൊണ്ട് അവൾ നോമ്പെടുത്തു, പക്ഷെ പെട്ടെന്ന് അവൾക്ക് ഛർദി വന്നു, അവൾ മനഃപൂർവ്വം ചെയ്തതല്ല, അവളുടെ നോമ്പും മുറിയുകയില്ല. എന്താണ് ഈ പറയുന്നതിൻ്റെ തെളിവ്? ഇമാം അബൂദാവൂദും തിർമിദിയും ഇബ്നു മാജയൊക്കെ ഉദ്ധരിച്ച റഹിമഹുമുള്ള, ഇമാം നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള സഹിഹായി വിധിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ ദറഅഹു അൽ ഖൈഉ ഫലൈസ അലൈഹിൽ ഖളാ. ആർക്കെങ്കിലും ഛർദിൽ വന്നാൽ അവന് ഖളാ ഇല്ല. ഛർദിൽ തനിയെ വന്നതാണ്,
ഖളാ വീട്ടേണ്ടതില്ല. എന്നാൽ വമനിസ്തഖാ അംദൻ ഫല്യഖ്ളി, എന്നാൽ ആരെങ്കിലും മനഃപൂർവ്വം ഛർദ്ദിക്കാൻ വേണ്ടി നോക്കിയാൽ, അങ്ങനെ ഛർദ്ദിച്ചാൽ അവൻ എന്ത് ചെയ്യണം? ഫല്യഖ്ളി, അവൻ നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ മനഃപൂർവ്വം ആരെങ്കിലുമൊക്കെ നോമ്പ് മുറിയുന്ന എന്ത് കാര്യം ചെയ്താലും ഫല്യഖ്ളി, അവൻ ഖളാ വീട്ടേണ്ടതുണ്ട്. ഇത് പ്രത്യേകം പറയാൻ കാരണം ചില ഹദീസിൽ കാണാൻ സാധിക്കും, ആരെങ്കിലുമൊക്കെ മനഃപൂർവ്വം നോമ്പ് ഒഴിവാക്കിയാൽ അവൻ വർഷം മുഴുവൻ നോമ്പെടുത്തിട്ടും കാര്യമില്ല. ഇത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വഈദാണ്, താക്കീതാണ്. കാരണം റമദാനിൻ്റെ പകലിൽ നീ ഒരു നോമ്പ് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഈ വർഷം മുഴുവൻ എടുത്താലും നിനക്ക് അതിൻ്റെ പകരമാവുകയില്ല എന്ന താക്കീതാണത്. എന്നാൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫല്യഖ്ളി, തീർച്ചയായും ഖളാ വീട്ടേണ്ടതുണ്ട്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വമനിസ്തഖാ അംദൻ ഫല്യഖ്ളി, ആരെങ്കിലും മനഃപൂർവ്വം ഛർദ്ദിപ്പിച്ചാൽ ഫല്യഖ്ളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവൻ ഖളാ വീട്ടേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഛർദിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ രണ്ട് നിലക്ക് മനസ്സിലാക്കുക. പിന്നീട് പറയുന്നു ഔ ഹിജാമ, ഹിജാമയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഹിജാമ നോമ്പ് മുറിക്കുന്ന കാര്യമാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട രണ്ട് തെളിവുകളും കാണാൻ സാധിക്കും. ഇമാം അബൂ ദാവൂദും ഇബ്നു മാജയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം, ഹിജാമ ചെയ്തവനും ഹിജാമ ചെയ്യപ്പെട്ടവനും രണ്ടുപേരുടെയും നോമ്പ് മുറിഞ്ഞു, രണ്ടുപേരുടെയും നോമ്പ് മുറിച്ചു എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹിജാമ നോമ്പിൻ്റെ പകലിൽ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞു, ആ ചെയ്തു കൊടുത്തവൻ്റെയും നോമ്പ് മുറിഞ്ഞു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ ഹദീസിനെ മറ്റൊരു ഹദീസ് കൊണ്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റമളാനിൻ്റെ പകലിൽ ഹിജാമ ചെയ്തതായും പിന്നീട് അവിടുന്ന് അതിന് ഖളാ വീട്ടിയതായി ഒരു രേഖയും വന്നിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിജാമ ഒരാൾക്ക് റമളാനിൻ്റെ പകലിൽ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ ഈ ഒരു ഭാഗം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാണ്, ഇത് നോമ്പിൻ്റെ മസ്അലകളിൽ വലിയ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ളൊരു അസ്അബായ ഒരു പ്രയാസമുള്ളൊരു മസ്അല തന്നെയാണ്. കാരണം രണ്ട് തെളിവുകൾ രണ്ട് ഭാഗത്തുമുണ്ട്. അപ്പോഴാണ് പണ്ഡിതന്മാർ അങ്ങനെ പറയുക. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഹിജാമ ചെയ്യട്ടെ എന്ന് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യരുത്, നിങ്ങൾ മഗ്രിബിന് ശേഷം ചെയ്തോളൂ എന്നായിരിക്കും പറയുക. എന്നാൽ ഒരാൾക്ക് കടുത്ത പ്രയാസം വന്നാൽ വേറെ ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലുമൊക്കെ ഹിജാമ ചെയ്താലേ അത് മാറുള്ളൂ, അങ്ങനെയുള്ള രോഗവുമായി കടുത്ത പ്രയാസവുമായി ഒരാൾ വന്നു കഴിഞ്ഞാൽ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹിജാമ ചെയ്യുകയാണ് എങ്കിൽ അവരുടെ നോമ്പ് മുറിഞ്ഞു എന്ന് പറയുകയില്ല. കാരണം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയുകയില്ല എന്ന അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കുക, അത്ര അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക. അതല്ല എങ്കിൽ നമുക്ക് രാത്രിയിൽ സമയമുണ്ട്, ഫജ്റിന് മുമ്പ് സമയമുണ്ട്, അതുപോലെ മഗ്രിബിന് ശേഷം മുതൽ അങ്ങോട്ട് മുഴുവൻ സമയമുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നമ്മളത് പരമാവധി സൂക്ഷ്മതക്ക് നോമ്പ് കൊണ്ട് ഹിജാമ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ താഴെയായി പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമാണ് അത്തബറുഉ ബിദ്ദം, രക്തദാനം നമ്മൾ നൽകുക എന്നുള്ളത്. ദാനമായി നമ്മൾ രക്തം കൊടുക്കുന്നത്, അത് സഹോദരങ്ങൾ നോമ്പിനെ മുറിക്കുമോ എന്നുള്ളത്. ഇതും മുകളിലുള്ള അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ നിലനിൽക്കാൻ. കാരണം ഹിജാമ കൊണ്ട് നോമ്പ് മുറിയെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം തന്നെ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്താലും നോമ്പ് മുറിയുമെന്ന് പറയുന്നവരാണ്. എന്നാൽ ഹിജാമ കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് പറഞ്ഞവർ ബ്ലഡ് ഡൊണേഷൻ കൊണ്ടും നോമ്പ് മുറിയുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുലൈമാൻ റുഹൈൽ സമാനമായ അഭിപ്രായമാണ് അദ്ദേഹം ഇവിടെയും പറയുന്നത്. അഥവാ ഒരാൾക്ക് അത്ര അർജന്റാണ്, ബ്ലഡ് കൊടുത്തേ മതിയാവൂ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി എങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് കൊടുക്കാവുന്നതാണ്, അയാളുടെ നോമ്പ് മുറിയുകയില്ല. അതല്ല എങ്കിൽ അയാൾ രാത്രിയിലേക്ക് വൈകിപ്പിക്കുക. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കൊടുക്കുന്ന ബ്ലഡല്ല അവർ കൊടുക്കുക. അവരുടെ ബ്ലഡ് ബാങ്കിൽ ഓൾറെഡി അവർ ബ്ലഡ് ഉണ്ടാവും. അപ്പോൾ അതിന് പകരമായിട്ടാണ് മിക്കവാറും നമ്മളെ ബ്ലഡ് അവർ കളക്ട് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വല്ല ആവശ്യവും വരികയാണ് എങ്കിൽ നമുക്ക് മഗ്രിബിന് ശേഷമുള്ളൊരു സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ബ്ലഡ് ബാങ്ക് സംവിധാനം ഉണ്ടെങ്കിൽ, എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മഗ്രിബിന് ശേഷം വന്നിട്ട് തരാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ നമ്മൾ പരമാവധി അങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എന്താണ്, ഒരു സൂക്ഷ്മത എന്നുള്ള അടിസ്ഥാനത്തിലാണ്. കാരണം ഇത് നോമ്പ് മുറിയോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാഹചര്യമുണ്ട് എങ്കിൽ നമ്മളത് മഗ്രിബിന് ശേഷം തന്നെ മാറ്റി വെക്കുക, ഹിജാമയുടെ കാര്യം പറഞ്ഞതുപോലെ. എന്നാൽ അങ്ങനെ സാഹചര്യമേ ഇല്ല, നിങ്ങളിപ്പോൾ കൊടുത്താലേ ബ്ലഡ് കിട്ടുകയുള്ളൂ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരികയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് കൊടുക്കാവുന്നതാണ്, അവരുടെ നോമ്പ് മുറിയുകയില്ല എന്ന് മനസ്സിലാക്കാം. പിന്നീട് നോമ്പ് മുറിയുന്ന കാര്യമായി അദ്ദേഹം പറയുന്നത് ഔ ഇംനാഇൻ ബിമുബാശറ, നേർക്ക് നേരെ അവൻ്റെ മനീ പുറത്തേക്ക് കളയുന്ന വല്ല പ്രവൃത്തിയും അവൻ ചെയ്യുക എന്നുള്ളതാണ്. മനീ എന്ന് പറയുന്നത് സഹോദരങ്ങളെ
ഒരാളുടെ ലൈംഗിക ദ്രാവകമാണ് മനി എന്ന് പറയുന്നത്. ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ അവൻ്റെ പുറത്തേക്ക് വരുന്ന ശുക്ലത്തിനാണ് മനി എന്ന് പറയുന്നത്. അപ്പം ഇത് പുറത്തേക്ക് വരുന്ന ഒരു പ്രവൃത്തി അവൻ ചെയ്യുക, അത് അവൻ്റെ കൈകൊണ്ട് ചെയ്യുന്നതാണെങ്കിലും ശരി, അതല്ലെങ്കിൽ അതിന് കാരണമാകുന്ന വല്ല ചിന്തകളിൽ അവൻ മനഃപൂർവ്വം അത്തരം ഹറാമുകളിലേക്ക് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അത്തരം കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ മനീയ് പുറത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അത് അവൻ്റെ നോമ്പിനെ മുറിച്ചു കളയുമെന്നുള്ളതാണ്. അവൻ്റെ നോമ്പിനെ മുറിച്ചു കളയും. അത് ഹറാമാണെന്നുള്ള വിഷയം വേറെയാണ്. ഈ പറഞ്ഞ കാര്യം നമ്മുടെ വിഷയം ഇപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് അവൻ്റെ നോമ്പിനെ മുറിച്ചു കളയും. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, എന്നാൽ ഒരാൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല, അയാൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ലൈംഗിക ചിന്തകൾ കടന്നു വരികയും അയാളുടെ കഴിവിൽപ്പെടാത്ത രൂപത്തിൽ അത്തരം ചിന്തകൾ വർദ്ധിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അയാൾക്ക് മനീയ് പുറത്തു പോകുന്ന വല്ല അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് മുറിയുകയില്ല. അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ നഗ്നതകൾ അവൻ പെട്ടെന്ന് കണ്ടുപോയി, അവൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഉടനെ തന്നെ അവന് മനീയ് പോകുന്ന ഒരവസ്ഥയും ഉണ്ടായി, അവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അവൻ തുടർത്തിയിട്ടുമില്ല അത്തരം നോട്ടങ്ങൾ, അങ്ങനെയാണ് എങ്കിൽ അത്തരക്കാരൻ്റെയും നോമ്പ് മുറിയുകയില്ല എന്നാണ്. എന്നാൽ ഒരാൾ മനഃപൂർവ്വം നോട്ടം കാരണത്താലോ മനഃപൂർവ്വം അവൻ്റെ ലൈംഗിക അവനെ സ്പർശിച്ചിട്ടോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ മനീയ് പോകുന്ന വല്ല കാര്യവും മനഃപൂർവ്വം ഒരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ കാരണം വഴിയോ അല്ലെങ്കിൽ നേർക്കുനേരെയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അവൻ്റെ നോമ്പിനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതവൻ്റെ നോമ്പിനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അവൻ പകരം ഖളാ വീട്ടണം. അതുപോലെ തന്നെ ചെയ്ത തെറ്റിന് ഇസ്തിഗ്ഫാർ തേടണം. ഇതാണ് ഇത്രയും കാര്യങ്ങൾക്ക് ഖളാ മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഖളാഓടൊപ്പം കഫാറത്തുള്ള കാര്യമാണ് പറയുന്നത്. ഇല്ലാ മൻ അഫ്തറ ബിജിമാ, ആരെങ്കിലുമൊക്കെ ജിമാ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നോമ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? ഫഇന്നഹു യഖ്ദി, അവൻ ആ നോമ്പ് ഖളാ വീട്ടണം. വയഅ്തിഖു റഖബ, അവൻ അതിനുശേഷം എന്ത് ചെയ്യണം? ഒരു അടിമയെ മോചിപ്പിക്കണം. ഫഇൻ ലം യജിദ്, അടിമയെ അവൻ ലഭിച്ചിട്ടില്ല എങ്കിൽ ഫസിയാമു ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. ഫഇൻ ലം യസ്തതി, അതിനവന് സാധിക്കാത്ത ആരോഗ്യശേഷി ഇല്ലാത്ത വ്യക്തിയാണ് എങ്കിൽ, നോമ്പെടുക്കാൻ പറ്റാത്ത ആരോഗ്യശേഷി ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഫഇത്ആമു 60 മിസ്കീന, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക. ഇത്രയും ഗൗരവമുള്ള ഒരു കഫാറത്ത് ദീനിലില്ല. അൽ കഫാറത്തുൽ മുഗല്ലള എന്നാണ് പറയുക. കടുത്ത കഫാറത്ത്, കടുത്ത പ്രായശ്ചിത്തം എന്നാണ് പറയുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൻ്റെ പകലിന് അത്രയേറെ പവിത്രത നൽകിയിട്ടുണ്ട്, ഹുർമത്ത് നൽകിയിട്ടുണ്ട്. അപ്പം അതിനെ കാറ്റിൽ പറത്തുന്ന രൂപത്തിൽ ഒരാൾ ആ ദിവസത്തിൽ പെരുമാറിയാൽ, അത് തൻ്റെ ഹലാലായ ഭാര്യയുമായിട്ടാണെങ്കിലും ശരി, അല്ല ഹറാമായ ബന്ധങ്ങളിലൂടെ ആണെങ്കിലും ശരി, അതല്ലാതെ തന്നെ ഹറാമായ കാര്യമാണ്, ഏത് നിലക്കാണെങ്കിലും ശരി, ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഒരാൾ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അവൻ്റെ നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അതിന് ശക്തമായ കഫാറത്ത് അവൻ നൽകേണ്ടി വരും. എന്താണ് ആ കടുത്ത കഫാറത്ത്? പണ്ഡിതന്മാർ അതിൻ്റെ തർത്തീവിൽ പറഞ്ഞു, ഒന്നാമത് ചെയ്ത തെറ്റ് അവൻ മനസ്സിലായി, ഇസ്തിഗ്ഫാർ തേടണം. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ചെയ്തത് തെറ്റാണെന്ന് അവൻ മനസ്സിലായി, ഇസ്തിഗ്ഫാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടണം. പിന്നീട് പോയ ഒരു നോമ്പിന് ഒരു നോമ്പ് അവൻ പകരം വെക്കണം, ഒരു നോമ്പ് അവൻ പകരം വെക്കണം. ഇത് രണ്ടും നിർബന്ധമായി ചെയ്യണം. ഇനി മൂന്നാമത് ചെയ്യുന്ന കാര്യത്തിന് 3 ഓപ്ഷനാണുള്ളത്. അത് ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള നിലക്കാണ്, ഏതും ചെയ്യാം എന്നുള്ള നിലക്കല്ല. ആദ്യം പറഞ്ഞത് ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതേതായാലും ഈ കാലഘട്ടത്തിൽ അതിന് സാധിക്കുന്ന കാര്യമല്ല, നമുക്ക് അടിമകളെ കിട്ടുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് അതൊരാൾക്ക് സാധിക്കുകയില്ല. രണ്ടാമതായി പറഞ്ഞത് തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. തുടർച്ചയായി 2 മാസം എന്ന് പറഞ്ഞാൽ 2 അറബി മാസം നോമ്പനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ ഒന്നുകിൽ 30, 60 നോമ്പുണ്ടാകാം ഏറ്റവും കൂടുതൽ, കാരണം അറബി മാസം 30ആണ്. അല്ലെങ്കിൽ 30, 29 59 നോമ്പ് തുടർച്ചയായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ 29, 29 58 ദിവസം ഏറ്റവും കുറഞ്ഞത് തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. ഒരു ദിവസം അന്യായമായി നോമ്പ് ഒഴിവാക്കിയാൽ എണ്ണം പിന്നെയും 0-ലാണ് തുടങ്ങുക. 25 നോമ്പെടുത്ത ഒരാൾ ഒരു ദിവസം വെറുതെ നോമ്പ് ഒഴിവാക്കി എങ്കിൽ വീണ്ടും 1 മുതൽ ആരംഭിക്കണം. ഇതാണ് ഇതിൻ്റെ രീതി. അത്രയും കടുത്ത കഫാറത്താണ്. എന്നാൽ ഇതിനിടയിൽ ഒരാൾക്ക് സാധാരണ റമദാനിൽ നോമ്പ് ഒഴിവാക്കാനുള്ള കാരണങ്ങളുണ്ട് എങ്കിൽ, ശർഈയായ കാരണമുണ്ട്, രോഗം അല്ലെങ്കിൽ ശർഈയായ അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട യാത്ര ഒരാൾക്കുണ്ട്, തന്ത്രപരമായ യാത്ര എന്നല്ല, ഒരു ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യാത്ര പ്ലാൻ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുകയില്ല. അവന് അനുവദിക്കപ്പെട്ടൊരു യാത്ര ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദിവസം നോമ്പ് ഒഴിവാക്കാമെന്ന് മാത്രം. ബാക്കി പിന്നീട് അവന് പുനരാരംഭിച്ചാൽ മതി, ആദ്യം മുതൽ തുടങ്ങേണ്ടതില്ല. അത്രയും കടുത്ത കാര്യമാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ പറയാൻ,
ഇത്തരം നോമ്പ് മുറിയുന്ന ഏത് കാര്യവും ഒരു തവണ ഒരാൾക്ക് സംഭവിച്ചാൽ, നോമ്പിൻ്റെ പകൽ ഭക്ഷണമാകട്ടെ, പാനീയാകട്ടെ, നേരത്തെ പറഞ്ഞ ഏത് കാര്യമാകട്ടെ, ഇനി ഈ ജിമാ ആകട്ടെ, ലൈംഗിക ബന്ധമാകട്ടെ, ഇത് പകലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കുമല്ലോ സംഭവിക്കുക. അത് സംഭവിച്ചാൽ പിന്നീട് അവന് നോമ്പ് ഒഴിവായിട്ട് ആ പകൽ മുഴുവൻ പിന്നീട് നോമ്പ് ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കില്ല. നോമ്പ് ഒഴിവാക്കി അത് മുന്നോട്ട് പോകാൻ അനുവാദമില്ല. മറിച്ച് ആ നോമ്പ് അവന് പോയി, അത് നഷ്ടപ്പെട്ടു. പക്ഷേ മഗ്രിബ് വരെ അവൻ നോമ്പുകാരനെ പോലെ തുടരേണ്ടതുണ്ട്. മഗ്രിബ് വരെ നോമ്പുകാരനെ പോലെ തുടരേണ്ടതുണ്ട്. അവൻ ഈ ഭാര്യയുമായി ലൈംഗികമായി ഒരാൾ ബന്ധപ്പെട്ടു, ളുഹറിന് മുമ്പാണ്. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അസറിന് മുമ്പ് വേറെ ബന്ധപ്പെടാൻ അനുവാദമുണ്ടോ? ഇല്ല, അനുവാദമില്ല. അവൻ കുറ്റക്കാരനാകും. പക്ഷെ അവൻ്റെ കഫാറത്ത് ഒന്ന് തന്നെ ഉള്ളൂ. കാരണം എല്ലാം ഒരു ദിവസത്തിലാണ്. കഫാറത്ത് ഒന്നേ ഉള്ളൂ. പക്ഷേ അവൻ 2 തിന്മകൾ ഉണ്ടാകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരാൾ രാവിലെ വെള്ളം കുടിച്ചു, ഉച്ചക്ക് വീണ്ടും വെള്ളം കുടിക്കാൻ പാടുണ്ടോ? പാടില്ല. അവൻ ഹറാമാണ്, അത് വീണ്ടും ഹറാമ് ചെയ്യും. പക്ഷേ അവന് ഒരു നോമ്പ് ഖളാ വെട്ടിയാൽ മതി. കാരണം രണ്ടും ഒരേ ദിവസമാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. എന്നാൽ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ഈ രൂപത്തിൽ സ്ത്രീയുമായിട്ടുള്ള ബന്ധം അത് 2 ദിവസത്തിൽ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2 കഫാറത്ത് അയാൾക്ക് വരും. 2 കഫാറത്ത് അയാൾക്ക് വരും. തുടർച്ചയായി 2 മാസം അത് 2 പ്രാവശ്യം വരും. 4 മാസം നോമ്പെടുക്കേണ്ടി വരും. ഒരു 2 മാസം തുടർച്ചയായി എടുക്കണം. പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം മുതൽ വേറൊരു 2 മാസം തുടർച്ചയായി നോമ്പെടുക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പം ഇതിന് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിനക്ക് റമദാനിൽ ശാരീരികമായി നോമ്പ് ഒഴിവാക്കാനുള്ള കഴിവില്ലായ്മയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കഴിവില്ല എന്ന് പറയും. അതല്ല, കഴിവുണ്ടായിരിക്കുക. നീ ഭക്ഷണം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. 60 മിസ്കീന് കൊടുക്കണമെങ്കിൽ അത് നിനക്ക് നോമ്പെടുക്കാൻ കഴിവില്ലാത്ത രൂപത്തിൽ ആരോഗ്യക്ഷമത ഇല്ലാത്ത വ്യക്തി ആയിരിക്കണം നീ. അത് പ്രത്യേകം സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഒരിക്കലൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലക്തു, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ നശിച്ചുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക്, എന്താ നിനക്ക് സംഭവിച്ചത്? അയാൾ പറഞ്ഞു, വഖഅതു അല ഇംറഅതി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ ഭാര്യയുമായി ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തജിദു റഖബ, നിനക്ക് വല്ല അടിമയുമുണ്ടോ മോചിപ്പിക്കുവാനായിട്ട്? അയാൾ പറഞ്ഞില്ല. ഫഹൽ തസ്തതിഉ അൻ തസൂമ ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു. ഇയാളൊരു രോഗമുള്ള നോമ്പെടുക്കാൻ സാധിക്കാത്ത വ്യക്തിയായിരുന്നു. അയാൾ പറഞ്ഞില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഹൽ തജിദു ഇത്ആമ 60 മിസ്കീന, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സാമ്പത്തികമായ കഴിവുണ്ടോ? ഇയാൾ മദീനയിലെ ഏറ്റവും വലിയ ദരിദ്രനായിരുന്നു. അയാൾ പറഞ്ഞില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരു ഈത്തപ്പഴ കൊല എടുത്തുകൊണ്ട് കൊടുത്തിട്ട്, നീ ഇത് സാധുക്കൾക്ക് കൊടുക്കാനും പറയുന്ന വിഷയമാണ്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഈ മദീനയുടെ പ്രദേശത്തിൻ്റെ അകത്ത് എന്നേക്കാൾ സാധുവായിട്ട് ആരുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് അയാൾക്ക് തന്നെ അത് കൊടുക്കുകയാണ്. എന്ത് തന്നെയാലും സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തർത്തീബോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം അടിമയെ മോചിപ്പിക്കണം, അതിന് സാധിക്കാത്ത അവസ്ഥയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 2 മാസത്തെ നോമ്പ് അനുഷ്ഠിക്കണം. അതിന് സാധിക്കാത്തവർ എന്ത് ചെയ്യണം? 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ സ്ത്രീയുടെ വിഷയം എന്താണ്? ഇതിനോട് സഹകരിച്ച ഭാര്യയുടെ വിഷയം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, അവൾ നോമ്പുകാരിയാണെങ്കിൽ, അവളുടെ അനുവാദപ്രകാരമാണ് ഇത് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവൾക്കും ഇതേ നിയമം ബാധകമാണ്. ഒന്ന് നോമ്പുകാരിയാണെങ്കിൽ, അവൾ വല്ല ഹൈദോ അല്ലെങ്കിൽ ആ രൂപത്തിൽ നോമ്പ് ഒഴിവാക്കാനുള്ള വല്ല കാരണത്തിലും, ഗർഭിണിയായിക്കൊണ്ടോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ ആയിക്കൊണ്ടോ ഒക്കെ നോമ്പ് ഒഴിവാക്കാനുള്ള കാരണമുള്ളവളാണെങ്കിൽ അവൾക്ക് ഈ നിയമം ബാധകമാകുന്നില്ല. കാരണം അവൾ നോമ്പുകാരിയല്ല. പക്ഷേ അവൾ അതിന് സഹകരിക്കാൻ പാടില്ല. കാരണം മറ്റൊരാളുടെ നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഹറാമാക്കി നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അവൾ സഹകരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൾ നോമ്പുകാരിയായി അവളുടെ ഇഷ്ടപ്രകാരം സഹകരിച്ചതാണ് എങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും എന്തുണ്ട്? അവൾക്കും ഇതേ കഫാറത്തുണ്ട്. തുടർച്ചയായി 2 മാസം നോമ്പെടുക്കുക എന്നുള്ളത് അവൾക്കും ബാധകമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം ചർച്ച ചെയ്യുന്നു, വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ വഹുവ സായിമുൻ ഫഅകല ഔ ശരിബ ഫൽയുതിമ്മ സൗമഹു ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാ, മുത്തഫഖുൻ അലൈഹി. മഹാൻ അബ്ദുറഹ്മാൻ നാസിർ സഅദ് റഹിമഹുല്ലാ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ അതുമായി ബന്ധപ്പെട്ട വളരെ മഹത്തരമായ ഒരു ആശയം നൽകുന്ന ഹദീസാണ് പറയുന്നത്. അഥവാ ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ആരെങ്കിലും മറന്നുകൊണ്ട് സംഭവിച്ചാലോ, കാരണം മറവി മനുഷ്യന് സംഭവിക്കാവുന്ന കാര്യമാണ്, മറന്നുകൊണ്ട് സംഭവിച്ചാൽ എന്താണ് അതിൻ്റെ ഹുക്കും? അദ്ദേഹം ഒരു ഹദീസിലൂടെയാണ് അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കൊന്നും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അദ്ദേഹത്തിൻ്റെ ഈ മൻഹജുസ് സാലിക്കീൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ മനോഹരമായി അദ്ദേഹം പല സ്ഥലങ്ങളിലും അങ്ങനെ അദ്ദേഹം പറയേണ്ടതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നേർക്കുനേരെ കൊടുക്കുന്ന ശൈലി കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ, ആരെങ്കിലും മറന്നുപോയി, വഹുവ സായിം, നോമ്പുകാരനായിക്കൊണ്ട്, ഫാക്കല ഔ ശരിബ്,
എന്നിട്ട് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ചെയ്തു, എന്ത് ചെയ്യണം? ഫല്യുത്തിമ്മ സൗമ, നോമ്പ് തന്നെ പൂർത്തിയായിക്കൊള്ളട്ടെ. അത് നോമ്പ് തന്നെയാണ്, അത് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ ഭക്ഷിപ്പിക്കുകയും അവനെ കുടിപ്പിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒന്നാമത്തെ ദിവസത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസത്തിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ചെറിയ ചെറിയ കുട്ടികൾക്കാകട്ടെ വലിയവർക്കാകട്ടെ പെട്ടെന്ന് ഒരാൾ മറന്നു പോവാൻ. സ്ഥിരമായ ആൾ കുടിക്കുന്ന ഒരു ഭാഗത്തെത്തിയപ്പോൾ, വെള്ളമുള്ള ഒരു ഭാഗത്തെത്തിയ ഒരു കുപ്പിയിലെ വെള്ളം കണ്ടു, അയാൾ മറന്നുപോയി, പെട്ടെന്ന് കുടിച്ചുപോയി. എന്താണ് ചെയ്യേണ്ടത്? കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. എന്ത് ചെയ്യണം? അത് നോമ്പ് പൂർത്തിയാക്കട്ടെ. ഫല്യുത്തിമ്മ സൗമ, അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ. അവൻ നോമ്പ് എന്ത് ചെയ്യേണ്ടതില്ല? ഖളാ കിട്ടേണ്ടതില്ല, അത് പൂർത്തിയാക്കിയാൽ മതി. അതവൻ ഒരു കുപ്പി മുഴുവനായി കുടിച്ചാൽ പോലും, മറന്നിട്ടാണ് ഒരു കുപ്പി മുഴുവനായി കുടിച്ചത്, ശേഷമാണ് ഓർമ്മ വന്നത്, അവൻ നോമ്പ് പൂർത്തിയാക്കുക. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു, നോമ്പ് പൂർത്തിയാക്കുക. എന്നാൽ പണ്ഡിതന്മാരിവിടെ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, കുടിക്കുന്നതിനോ ഭക്ഷിക്കുന്നതിനോ ഇടയിൽ അതിന് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? ഉടനെ അത് ഒഴിവാക്കണം. വെള്ളം കുടിച്ച് പകുതി എത്തി, ഇങ്ങനെ വായിലുണ്ട്, കുറച്ചിറങ്ങിപ്പോയിട്ടുള്ളൂ, ഉടനെ ഓർമ്മ വന്നു നോമ്പുണ്ട്, അപ്പം അവന് ഫുള്ളായിട്ട് കുടിച്ചേക്കാം, വായിലുള്ളതൊക്കെ കുടിക്കാം. അല്ല, ഇനി വായിലുള്ളത് നീ കുടിച്ചാൽ, മനഃപൂർവ്വം കുടിച്ചാൽ നിന്റെ നോമ്പ് മുറിഞ്ഞു, നേരത്തെ മറന്നിട്ടാണ്. ഉടനെ എന്ത് ചെയ്യണം? തുപ്പിക്കളയണം. ഭക്ഷണമാണെങ്കിൽ തുപ്പിക്കളയണം, വായ കൊപ്പിളിച്ചേരണം, ബാക്കി ഇറക്കാൻ പാടില്ല. ഇറങ്ങിയത് പോയി. അത് സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ആരെങ്കിലും മറന്നുകൊണ്ട് ചെയ്യുകയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അളവ് നൽകി. ഇപ്പം നമ്മൾ ദീനിൽ എത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് നോക്കണം. അല്ലാഹു തആല ഒരാളുടെ മറവി പരിഗണിക്കുക, മനുഷ്യന് മാനുഷികമായി ഉണ്ടാകുന്ന മറവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നിയമങ്ങൾ സഹോദരങ്ങളെ ഈ നോമ്പിൻ്റെ വിഷയത്തിലും എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഫല്യുത്തിമ്മ സൗമ, അവൻ ആ നോമ്പ് പൂർത്തിയാക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ കണ്ടാൽ നമ്മൾ എതിർക്കാൻ പാടില്ല എന്നല്ല. ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവാണ് അവനെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എതിർക്കാതിരിക്കരുത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ഓർമ്മിപ്പിക്കണം. കണ്ടു കഴിഞ്ഞാൽ ഓർമ്മിപ്പിക്കണം, നോമ്പാണെന്ന് ഓർമ്മിപ്പിക്കണം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആദ്യമായി നോമ്പെടുക്കുമ്പോഴൊക്കെ മറന്നുപോകും. ഓർമ്മിപ്പിക്കുക അത് ചെയ്യേണ്ട കാര്യമാണ്. അതിനുശേഷം സഹോദരങ്ങളെ, അദ്ദേഹം നോമ്പ് നേരത്തെ തുറക്കുന്നതിൻ്റെ അതിൽ ധൃതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്തുമായി ബന്ധപ്പെട്ട ഹദീസ് കൊടുക്കുകയാണ്. വഖാല ലാ യസാലു الناس ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു الناس ബിഖൈർ, ജനങ്ങളെല്ലാം നന്മയിലായിരിക്കും, മാ അജ്ജലു അൽ ഫിത്ർ, അവർ ഫിത്റിന് വേണ്ടി തിരക്ക് കൂട്ടുന്നിടത്തോളം കാലം, അത് നോമ്പ് തുറക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്നിടത്തോളം കാലം സഹോദരങ്ങളെ ജനങ്ങൾ ഹൈറിലായിരിക്കും. അഥവാ ഹൈറിലുള്ള ജനങ്ങളുടെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ സമയമായാൽ നോമ്പെടുക്കുന്നതിന് ധൃതി കൂട്ടുന്നതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. സമയമായാലാണ് ധൃതി കൂട്ടേണ്ടത്. ഇപ്പം സമയമാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഗുറൂബ് ശംസ് സംഭവിക്കുക. ഇപ്പം സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നീട് വേറെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ സഹോദരങ്ങൾ അത് കണ്ണുകൊണ്ട് കണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബാങ്ക് വെക്കേണ്ടതുണ്ടോ? ഇല്ല. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കേണ്ടത്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു, അയാൾക്ക് നോമ്പ് തുറക്കാവുന്നതാണ്. അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഒന്നിനെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, പരിധി വിട്ടു ഗുലൂവിലായിക്കൊണ്ടൊന്ന് ഇരുട്ടാവട്ടെ എന്നൊക്കെ മുൻകാലത്ത് തീരുമാനിച്ച ആളുകളുണ്ട്. നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞു കാണട്ടെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവന് ഹൈറുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അല്ലെ, ബിദഅത്തുകളുടെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ്. ബിദഅത്തുകാർ ചിന്തിക്കുന്നത് വേറെ ആയിരിക്കും. നമ്മളൊന്ന് ഇശ വരെ പിടിച്ചേക്കാം, നമ്മൾ ഇത്രയും നേരം പിടിച്ചില്ലേ, അല്ല അങ്ങനെ ചിന്തിക്കുക. നമ്മൾ രാവിലെ മുതലേ പിടിച്ചില്ലേ, പിന്നെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് എന്തിനാണ് നമ്മൾ അങ്ങനെ ഇത്രയും നേരം പിടിച്ചില്ലേ എന്ന് പറയും. അല്ല, നിങ്ങൾ ഹൈറിലല്ല. ഹൈറിലാണെങ്കിൽ സൂര്യാസ്തമയം സംഭവിച്ച ഉടനെ നോമ്പ് തുറന്നാലാണ് നിങ്ങൾ ഹൈറിലാകുന്നത്. സൂര്യാസ്തമയം സംഭവിച്ചാൽ ഉടനെ നോമ്പ് തുറക്കുക. അപ്പോൾ സഹോദരങ്ങളെ, ഇന്ന് കാലത്തുള്ള നമ്മുടെ കലണ്ടറുകളിലും അതുപോലെ ക്ലോക്കുകളിലൊക്കെ വരുന്ന സമയം പണ്ഡിതന്മാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം സൂര്യാസ്തമയം സംഭവിക്കുന്നതും സൂര്യോദയം സംഭവിക്കുന്നതൊക്കെ അത് വളരെ കൃത്യമായിട്ടാണ്. അതിൽ മാറ്റം വരാനൊന്നുമില്ല. പ്രാദേശികമായ മാറ്റങ്ങൾ ഉണ്ടാകും. കണ്ണൂരുള്ള സമയമല്ല കോഴിക്കോടുള്ള സമയമല്ല എറണാകുളത്തുള്ള സമയമല്ല തിരുവനന്തപുരത്ത്. അതർ സ്റ്റേറ്റ് വരുമ്പോൾ സമയം മാറ്റമുണ്ട്. അപ്പോൾ പ്രാദേശികമായി അതാത് സ്ഥലത്തെ സൂര്യാസ്തമയ സമയം നോക്കിക്കഴിഞ്ഞാൽ ആ സമയമായാൽ തന്നെ നോമ്പ് തുറക്കാവുന്നതാണ്. അത് വളരെ കൃത്യമാണ്. ഇവിടെ അതിന് ഒരുപാട് ആൾക്കാരെ സംശയത്തിലാക്കുന്ന ചിലരെ കാണാൻ സാധിക്കും. സംശയത്തിലാക്കിയിട്ട് ഈ സുന്നത്ത് പാലിക്കുന്നവരെ അവർ നേരത്തെ നോമ്പ് മുറിക്കുന്നവരാണ്, ആ ബാങ്ക് കേട്ടാൽ നോമ്പ് മുറിക്കരുത് എന്നൊക്കെ സാധുക്കളോട് പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സംശയമുണ്ടെങ്കിൽ ഈ സമയമായി നിങ്ങൾ കടപ്പുറത്തേക്ക് പോയി നോക്കുക. വളരെ കൃത്യമായി ഈ സമയമാകുമ്പോഴേക്കും സൂര്യൻ താണു പോകുന്നതൊക്കെ കാണാൻ സാധിക്കും. വളരെ കൃത്യമാണ്. സൂര്യാസ്തമയം എന്ന് പറയുന്ന ഈ സമയത്തിൽ സൂര്യൻ കൃത്യമായി അത് പൂർണ്ണമായി അത് താണു പോകുന്നതാണ്. അത് വളരെ കൃത്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതാത് നാട്ടിലെ അത് നോക്കി കൃത്യമായി ഒരാൾക്ക് അവലംബിക്കാവുന്നതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അതല്ലാതെ വൈകിപ്പിക്കേണ്ടതില്ല.
സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് സമയമായാൽ നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് സൂര്യാസ്തമയം സംഭവിച്ചു, അതല്ലെങ്കിൽ അത് വളരെ കൃത്യമായി പാലിക്കപ്പെടുന്ന ക്ലോക്കുകളെ അവലംബിച്ചിട്ട് നമ്മൾ സമയമായി ഒന്ന് ഉറപ്പുവരുത്തിയാൽ എന്ത് ചെയ്യാം? ധൃതിപ്പെട്ടുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സമാനമായൊരു സംഭവം സംഭവിക്കുകയാണ്. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിൽ ഫജ്ദഹ് ലനാ, ബിലാല നീ താഴേക്ക് ഇറങ്ങ്, നമുക്ക് നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാനീയങ്ങൾ നീ തയ്യാറാക്ക്. ബാർലി വെള്ളവും മറ്റുമൊക്കെ, അത് അന്നും പാനീയങ്ങൾ കുടിക്കാറുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് പാനീയങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അലൈക ലനഹാറ, അള്ളാഹുവിൻ്റെ റസൂലിന്റെ പകല് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറഞ്ഞു, ഇൻസിൽ ഫജ്ദഹ് ലനാ, ആവർത്തിച്ച് പറയാം, നീ ഇറങ്ങ്, നമുക്ക് പാനീയങ്ങൾ തയ്യാറാക്ക്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അലൈക ലനഹാറ, അള്ളാഹുവിൻ്റെ റസൂലിന്റെ പകല് ബാക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ പ്രാവശ്യം പറയാൻ, ഇൻസിൽ ഫജ്ദഹ് ലനാ, താഴേക്ക് വാ, പാനീയം തയ്യാറാക്കും, നോമ്പ് തുറക്കേണ്ട സമയമായി എന്ന് പറയാൻ. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സ്വഹാബി അങ്ങനെ പറഞ്ഞത്? കാരണം അദ്ദേഹം നോക്കുമ്പോൾ പ്രകാശം ബാക്കിയുണ്ട് എന്നാണ്. അഥവാ പ്രകാശം ബാക്കിയുണ്ടുക എന്നുള്ളത് വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സൂര്യാസ്തമയമാണ് പരിഗണിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചാലും എല്ലാ നാട്ടിലും ഒരുപോലെ, ചില സ്ഥലത്ത് എന്ത് ചെയ്യും? നല്ല വെളിച്ചം ബാക്കിയുണ്ടാവും. അതങ്ങനെയാണല്ലോ. സൂര്യോദയത്തിന് മുമ്പും വെളിച്ചം ഉണ്ടാവും, സൂര്യാസ്തമയത്തിന് ശേഷവും വെളിച്ചം ഉണ്ടാവും. അപ്പം വെളിച്ചമല്ല വിഷയം. അതല്ലാതെ പൂർണ്ണമായി ഇരുട്ടാകുമ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. സൂര്യാസ്തമയം സംഭവിച്ചാൽ, ഇനി അത് നല്ല വെളിച്ചമാകട്ടെ, വെളിച്ചം കുറവുള്ളതാകട്ടെ, സൂര്യാസ്തമയം സംഭവിച്ചാൽ നോമ്പ് മുറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയാൽ ധൃതിപ്പെട്ട് നോമ്പ് തുറക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അതാണ് പിൻപറ്റേണ്ടത്. അത് സുന്നത്തുകൾ പാലിക്കുന്ന ആളുകൾക്കാണ് അത് പാലിക്കാൻ സാധിക്കുള്ളൂ. സുന്നി എന്ന് പേരിട്ടുകൊണ്ട് കാര്യമില്ല. സുന്നത്ത് പാലിക്കണമെങ്കിൽ ഇത്തരം ഹദീസുകൾ സഹോദരങ്ങളെ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അതിന് സൂക്ഷ്മത കാണിച്ചുകൊണ്ട് വൈകിപ്പിക്കുക എന്നുള്ളതല്ല ഇവിടെയുള്ള സൂക്ഷ്മത എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അദ്ദേഹം അത്താഴവുമായി ബന്ധപ്പെട്ട സുന്നത്താണ് കൊടുക്കുന്നത്. വഖാല തസഹറു ഫഇന്ന ഫിസ് സഹൂരി ബറക, മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുവീൻ, ഫഇന്ന ഫിസ് സഹൂരി ബറക, തീർച്ചയായും അത്താഴത്തിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്. അത്താഴ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. അത്താഴം സഹോദരങ്ങളെ, അത് കഴിക്കുന്നതിൽ വലിയ ബറക്കത്തുണ്ട് എന്നാണ്. അത് ഏത് നിലക്കാണ് ബറക്കത്ത് കിട്ടുക? അല്ലാഹു ആലം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് അറിയുക. ഒരു ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിൻ്റെ പോഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ശാരീരികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഖുവ്വത്തിലായിരിക്കാം. അതുകൊണ്ട് കിട്ടേണ്ട ഏറ്റവും നല്ല ഉപകാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നൽകും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ സഹോദരങ്ങളെ വീണ്ടും രണ്ട് സുന്നത്തുകൾ കാണാൻ സാധിക്കും. ഒന്ന്, അത് വൈകിപ്പിക്കുക എന്നുള്ളതാണ്. ആ അത്താഴം തന്നെ ഒരാൾക്ക് നേരത്തെ കഴിക്കാം, അത് അത്താഴമായി പരിഗണിക്കും. ഒരാൾ അർദ്ധരാത്രിക്ക് ശേഷം എപ്പം കഴിച്ചാലും അത് അത്താഴം തന്നെയാണ്. പക്ഷേ അതിലേറ്റവും സുന്നത്ത് എന്താണ്? അത് ഫജറിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അത് കഴിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും സുന്നത്ത്. അത് ഒരു ഈത്തപ്പഴം കഴിക്കുകയാണ് എങ്കിൽ അത് സുന്നത്താണ്. ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് സഹോദരങ്ങൾ അത് സുന്നത്താണ്. എന്നൊരാൾക്ക് മറ്റു ഭക്ഷണങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും, അവനൊരു കവിള് വെള്ളം കൊണ്ടെങ്കിലും, അല്ല ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടെങ്കിലും അവൻ അതിൻ്റെ അത്താഴമായി സ്വീകരിക്കട്ടെ. ആ ബറക്കത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ആ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ഉള്ള ആളുകൾക്ക് വേണ്ടി, അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി മലായിക്കത്തുകൾ ദുആ ചെയ്യും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ആ സമയത്ത് തന്നെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട സമയമാണ്. രാത്രി നിസ്കാരം ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത്, ഫജറിന് മുമ്പുള്ള സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന സമയമാണ്. ഒരുപാട് ഖൈറുകൾ ഒരുമിക്കുന്ന ഒരു സമയമാണ് ഫജറിന് മുമ്പുള്ള സമയം. അതുകൊണ്ട് ഈ സമയത്ത് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ ഈ പറയുന്ന എല്ലാ സുന്നത്തുകളും ബറക്കത്തുകളും ഖൈറുകളും ഒരാൾക്ക് ലഭിക്കും. എന്നാൽ ചിലരത് വളരെ അലംഭാവം കാണിക്കുന്നവരാണ്. അത് രാത്രി വൈകി ഉറങ്ങും, 12 മണിക്ക് 1 മണിക്കൊക്കെ ഉറങ്ങും, അപ്പം തന്നെ ഭക്ഷണം കഴിക്കും. പിന്നീട് അതിൽ അബദ്ധമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫജറൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും എണീക്കാം, അല്ലേ? അങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. റമദാൻ മാസമായിട്ട് പോലും എന്ത് ചെയ്യില്ല, പുരുഷന്മാരായ ആളുകൾ മസ്ജിദിലേക്ക് പോകാതെ അങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെടുത്തും. നോമ്പെടുക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരമൊക്കെ ചിലപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടൊക്കെ ആയിരിക്കും. വലിയ അപകടമാണ് സഹോദരങ്ങളെ. ഗുരുതരമായ വൻ പാപമാണ് ആ ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറിച്ച് അത്താഴ സമയത്ത് എഴുന്നേറ്റാൽ സുന്നത്താണ്, നിർബന്ധമാണെന്ന് പറയുന്നില്ല. ഒരാൾ ഫജറിന് ശേഷം എഴുന്നേറ്റാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിസ്കാരം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജമാഅത്ത് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സമയത്ത് എഴുന്നേറ്റാൽ ഈ പറയുന്ന എല്ലാ ഖൈറുകളും സഹോദരങ്ങളെ ലഭിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട മറ്റൊരു സുന്നത്ത് പറയുന്ന ഒരു ഹദീസ് പറയാണ്. വഖാല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഫ്തറ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നോമ്പ് തുറക്കുമ്പോൾ ഫൽയുഫ്തിർ അലാ തംർ, അവൻ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കട്ടെ. ഫൈൻ ലം യജിദ്, ഈത്തപ്പഴം കിട്ടിയില്ല, ഫൽയുഫ്തിർ അലാ മാഇൻ ഫഇന്നഹു തഹൂർ, അവൻ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കട്ടെ, അത് ശുദ്ധിയുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ചില ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, അവന് ഈത്തപ്പഴം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ കാരക്ക ഉപയോഗിക്കാം. ഈത്തപ്പഴമാണ് നല്ലത്, റുത്തബാണ് നല്ലത്, സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് ഉണക്ക കാരക്ക ഉപയോഗിക്കാം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് വെള്ളം ഉപയോഗിക്കാം. ഇത് മൂന്നുമാണ്. ഇതൊരിക്കലും നിബന്ധനയാണെന്നോ അല്ലെങ്കിൽ നിർബന്ധമാണെന്നോ എന്നല്ല. നോമ്പ് തുറക്കണമെങ്കിൽ അങ്ങനെ ഈത്തപ്പഴം ഉണ്ടെങ്കിലേ ശരിയാവും എന്നില്ല, അല്ലെങ്കിൽ നിർബന്ധമാണ് ഒരാൾ ഈത്തപ്പഴം ഉണ്ടായിട്ട് വേറെ എന്തെങ്കിലും കഴിച്ച കുറ്റം കിട്ടും, അങ്ങനെയുമില്ല. മറിച്ച് സഹോദരങ്ങളെ, ഇത് ഒരു അഫ്ളലിയത്താണ്, ശ്രേഷ്ഠതയാണ്. ഈത്തപ്പഴത്തിനാണ് ഒരുപാട് ഹൈറുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുന്ന് ഈത്തപ്പഴം കൊണ്ട് തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈത്തപ്പഴം ഒരാൾ ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് കുറ്റമൊന്നും കിട്ടുന്നില്ല. ഒരാൾ സമൂസ കൊണ്ട് നോമ്പ് തുറന്നാൽ കുറ്റം കണ്ടോ? ഇല്ല. ജ്യൂസ് കുടിച്ചിട്ട് നോമ്പ് തുറന്നാൽ കുറ്റമൊന്നുമില്ല. പക്ഷെ ഈത്തപ്പഴം ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഒരാൾക്ക് അഫ്ളൽ, അതാണ് ഒരാൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ വെള്ളം കുടിക്കുക, പച്ചവെള്ളം കുടിക്കുക, അത് സഹോദരങ്ങളെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു റവാഹുൽ ബുഖാരി. അദ്ദേഹത്തിന് ഫിഖ്ഹ് നോക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് നോമ്പിൻ്റെ പ്രതിഫലം കുറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് നോമ്പിൻ്റെ പ്രതിഫലത്തെ കുറച്ച് കളയുന്നത്? നോമ്പ് മുറിയുന്നില്ല, പക്ഷെ പ്രതിഫലത്തെ ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ്. എന്തൊക്കെയാണത്? അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, മൻ ലം യദഅ ഖൗല അസ്സൂർ, ആരെങ്കിലും വ്യാജ വാക്കുപേക്ഷിക്കുന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞു ഖൗലു സൂർ എന്ന് പറയുന്നതിൽ നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ മഅസിയത്തും അതിൽ ഉൾപ്പെട്ടു എന്നാണ്. നാവ് കൊണ്ടുവരുന്ന എല്ലാ മഅസിയത്തും അതിൽ ഉൾപ്പെട്ടു. കളവ് ഉൾപ്പെട്ടു, ഗീബത്ത് ഉൾപ്പെട്ടു, നമീമത്ത് ഉൾപ്പെട്ടു, ആളുകളെ ചീത്ത വിളിക്കുന്നത് ഉൾപ്പെട്ടു, അതുപോലെ തന്നെ സംഗീതം അതിൽ ഉൾപ്പെട്ടു. അതുപോലെ എന്തെല്ലാം ഹറാമുകൾ നാവ് കൊണ്ടുണ്ടോ അതെല്ലാം അതിൽ ഉൾപ്പെട്ടു. അതൊരാൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ വൽ അമല ബിഹി, അതുപോലെ തന്നെ ശരീരാവയവങ്ങൾ കൊണ്ടുള്ള ഹറാമുകൾ, ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന എന്തെല്ലാം നിഷിദ്ധങ്ങൾ അതെല്ലാം ഇതിൽ ഉൾപ്പെട്ടു. നാവ് കൊണ്ടാകട്ടെ ശരീരാവയവങ്ങൾ കൊണ്ടാകട്ടെ. വൽ ജഹൽ, മൂന്നാമത് പറയുന്നത് വൽ ജഹൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ മേത്ത് മെക്കിട്ട് കയറുക, അതിക്രമം കാണിക്കുക, അവിവേകം കാണിച്ചിട്ട് അതിക്രമം പ്രവർത്തിക്കുക. ഇതൊന്നും ഒരാൾ ഉപേക്ഷിക്കുന്നില്ല. നോമ്പെടുക്കുന്നുണ്ട്, പട്ടിണി കിടക്കുന്നുണ്ട്, വെള്ളമില്ല, ഭക്ഷണമില്ല, പക്ഷെ ആളുകൾ ഒരാളെയും വെറുതെ വെക്കുന്നില്ല. ആളുകളുടെ ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ചീത്ത വിളിക്കുക, കുഴപ്പത്തിന് പോകുക, ഈ പറയുന്ന പണികൾ, മനുഷ്യരെ അടിക്കുക, ബഹളം ഉണ്ടാക്കുക, തല്ലുണ്ടാക്കുക, ഇങ്ങനെയുള്ള പണികളൊക്കെ ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ നോക്കൂ ഗൗരവം. ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വശറാബഹു, നിങ്ങളിങ്ങനെ വെള്ളം ഒഴിവാക്കി ഭക്ഷണം ഒഴിവാക്കി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ആവശ്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ നോമ്പ് എടുത്തിട്ട് ഈ പറയുന്ന മോശപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് തഖ്വയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? നിങ്ങൾക്ക് പ്രതിഫലം ഇല്ലാതായിത്തീരും. ഒരാൾ നോമ്പ് മുറിയുന്നില്ല, പക്ഷേ പ്രതിഫലം നോമ്പ് കൊണ്ട് ഒരാൾ രാവിലെ മുതൽ അവൻ മഗ്രിബ് വരെ പട്ടിണി കടന്നുകൊണ്ട് കിട്ടേണ്ട എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ? ഒന്നും കിട്ടുകയില്ല. ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. നോമ്പുകാരനും നോമ്പില്ലാത്തവനും ഒരുപോലെ ആകാൻ പാടില്ല. നോമ്പുകാരൻ അവൻ്റെ സ്വന്ത് കൊണ്ട്, അവൻ്റെ ആ ഒരു മാന്യതയും അതുപോലെ സ്വഭാവ മഹിമയൊക്കെ കൊണ്ട് അവൻ അത് വ്യതിരക്തത അവനുണ്ടായിരിക്കേണ്ടതുണ്ട്. നോമ്പുള്ളൊരു ദിവസവും നോമ്പില്ലാത്തൊരു ദിവസവും ഒരുപോലെ ആകാൻ പാടില്ല. അത് സുന്നത്ത് നോമ്പാണെങ്കിലും ശരി. സുന്നത്ത് നോമ്പ് അധികരിപ്പിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? കാരണം നോമ്പിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും? ഈ പറയുന്ന ശരീരാവയവങ്ങളൊക്കെ സംരക്ഷിക്കും. ലൈംഗിക അവയവത്താകട്ടെ, കണ്ണിനെ ആകട്ടെ, അവൻ്റെ സംസാരമാകട്ടെ, പ്രവൃത്തിയാകട്ടെ. കാരണം നോമ്പിന് പ്രതിഫലം കുറയാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ വലിയ അവിവേകമാണ് ഈ ചെയ്യുന്നത്. രാവിലെ തൊട്ട് നോമ്പെടുത്തിട്ട് ഈ പറയുന്ന അവയവങ്ങൾ കൊണ്ടും മറ്റുമൊക്കെ ഹറാമുകൾ ഇങ്ങനെ ചെയ്താൽ പട്ടിണി മാത്രം ബാക്കിയാകും. നോമ്പ് കൊണ്ട് കിട്ടേണ്ട കാര്യം കിട്ടുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ നോമ്പെടുത്തവനും നോമ്പെടുക്കാത്തവനും ഒരുപോലെ ആകാൻ പാടില്ല. നോമ്പെടുത്ത ദിവസവും നോമ്പെടുക്കാത്ത ദിവസവും ഒരുപോലെ ആകാൻ പാടില്ല. അവൻ പ്രത്യേകമായി നാവിനെയും പ്രത്യേകമായി ശരീരാവയവങ്ങളെയും മുഴുവനും അവൻ എന്ത് ചെയ്യണം? നോമ്പുകാരനായി മാറണം. അവൻ്റെ ശരീരം മുഴുവനും നോമ്പുകാരനായി മാറണം. അവൻ്റെ വയറ് മാത്രം നോമ്പുകാരനായി മാറിയാൽ മതിയാകുന്നതല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. പിന്നീട് അദ്ദേഹം പറയുന്ന അവസാനം ഒരു മസല എന്ന് പറയാണ്, വഖാല മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു മുത്തഫഖുൻ അലൈഹി. ആരുടെയെങ്കിലൊക്കെ നോമ്പ് അവന് നഷ്ടപ്പെട്ടു, മൻ മാത
വഅലൈഹി സിയാം, ആരെങ്കിലുമൊക്കെ നോമ്പ് ബാക്കിയായിട്ട് അവൻ മരണപ്പെട്ടു, സാമ അൻഹു വലിയു, അവൻ്റെ വലിയായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, ആ നോമ്പ് നോറ്റു വീട്ടേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ അത് ഏത് നോമ്പാണ് എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഇത് നെദർ മാത്രമാണ്, അഥവാ ഒരാൾ നേർച്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ, നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായൊരു നോമ്പ് ഒരാൾ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിർബന്ധമായി തീരും. ഈ തിങ്കളാഴ്ച ഞാനൊരു നോമ്പ് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച നോമ്പ് ബാക്കി എല്ലാവർക്കും സുന്നത്താണ്, ഇയാൾക്കത് നിർബന്ധമായി. അല്ലെങ്കിൽ ഞാനൊരു 10 നോമ്പ് നേർച്ചയാക്കി, ഈ വരുന്ന ഷവ്വാൽ ഞാൻ 10 നോമ്പ് നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് ഷവ്വാൽ 10 നോമ്പ് എടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരു ദിവസമൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു 10 നോമ്പ് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്കത് നിർബന്ധമാണ്. നേർച്ചയുടെ ഹുക്കം അത് പ്രോത്സാഹനീയമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല, ഏറ്റവും കുറഞ്ഞത് കറാഹത്താണ്, ഏറ്റവും കുറഞ്ഞത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ സഹോദരങ്ങളെ, അങ്ങനെയുള്ള നേർച്ചയുടെ നോമ്പ് മാത്രമാണ് ബാധകം, അങ്ങനെ നേർച്ച ബാക്കിയുള്ളവർക്ക് മാത്രമാണ് അത് അവൻ്റെ രക്ഷാധികാരികൾ നോമ്പ് നോറ്റുകൂട്ടേണ്ടതുള്ളൂ എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. വേറെ ചിലർ പറഞ്ഞു അല്ല, മുഴുവൻ നിർബന്ധമായ നോമ്പും അതിൽ റമളാനിലെ നോമ്പും ഉൾപ്പെട്ടു. അയാൾ റമളാനിലെ നോമ്പ് ബാക്കി വെച്ചിട്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ആരാണോ ഉള്ളത് അവരയാളുടെ നോമ്പ് നോറ്റുവിട്ടേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ പണ്ഡിതന്മാർ പിന്നീട് വേറൊരു തഫ്സീൽ പറയുന്നുണ്ട്. ഒരാൾക്ക് റമളാനിലൊരു രോഗമുണ്ടായി, നോമ്പ് ഒഴിവായിപ്പോയി, ഒരു അവസാനത്തെ ആഴ്ച ആയപ്പോൾ ഒരാൾക്ക് ഒരു രോഗമുണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടായൊരു വ്യക്തിക്ക് പിന്നീട് അയാൾ മരിക്കുന്നത് വരെ, ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അയാൾ മരിക്കുക, അത്രയും സമയത്ത് ഇയാൾ ഈ രോഗത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് നോമ്പ് നോറ്റുവിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല, കാരണം അയാൾ രോഗിയായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല എന്നാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അളവ് നൽകിയിട്ടുണ്ട് റമളാനിൽ ഒഴിവാക്കാൻ. പിന്നീട് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് പറഞ്ഞത്, മറ്റൊരു ദിവസം നോമ്പെടുക്കാനാണ്. അയാൾക്ക് അങ്ങനെ മറ്റൊരു നോമ്പെടുക്കാൻ പറ്റിയ ദിവസം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. അയാൾ അതേപോലെ തന്നെ മരണപ്പെട്ടതാണെങ്കിൽ അയാൾക്ക് വേണ്ടി ആരും നോമ്പെടുക്കേണ്ടതില്ല, അയാൾക്ക് അത്രയേ ഉള്ളൂ. അയാൾ എത്ര വരെയാണ് നോമ്പെടുത്തത് അത്രയേ ഉള്ളൂ അയാളുടെ ജീവിതത്തിൽ അവസാനം റമളാനായിട്ടും നോമ്പായിട്ട് ഉള്ളത് എന്നാണ് പറയുന്നത്. എന്നാൽ അതല്ല, ചിലരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും, ഒരു രോഗം കാരണത്താൽ, യാത്ര കാരണത്താൽ നോമ്പ് ഒഴിവാക്കി, പിന്നീട് അയാൾ അടുത്ത റമളാന്റെ മുമ്പിൽ എപ്പോൾ നോമ്പെടുക്കുക, അയാൾക്ക് കുറ്റമൊന്നുമില്ല. ഷാബാൻ വരെ വൈകിപ്പിച്ചാൽ ഒരാൾക്കൊരു കുറ്റം ഒരാൾക്കും ഇല്ല. നിർബന്ധപൂർവ്വം തന്നെ ഒരാൾ ഷാബാൻ വരെ വൈകിപ്പിച്ചാലും കുറ്റമൊന്നുമില്ല. അങ്ങനെ ഒരാൾ വൈകിപ്പിച്ചതാണ്, ഷാബാനിൽ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അയാൾ അതിനു മുമ്പ് മരണപ്പെട്ടു പോയാൽ അത്തരക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ബാക്കിയുണ്ട്, അവർക്ക് രോഗമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, നോമ്പ് ബാക്കിയുണ്ട്. അത്തരക്കാരുടെ നോമ്പാണ് വലിയകളായിട്ട് ആളുകൾ എടുക്കേണ്ടത്. പക്ഷേ അവർക്ക് മുസ്തഹബാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്, നിർബന്ധമില്ല, വാജിബല്ല, മുസ്തഹബാണ്. അവരെടുത്തു കൊടുക്കുകയാണ് എങ്കിൽ അത് വളരെ പുണ്യകരമായ കാര്യമാണ് എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ഏതാനും മസ്അലകൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.